രാജ്യത്ത് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാവായ നിതീഷ് കുമാറിന്റെ രീതികളെ പറ്റി തുറന്നു പറയുകയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ. നിതീഷ് കുമാറിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവനായിട്ടാണ് പ്രശാന്ത് കിഷോറിന്റെ മുദ്രകുത്തൽ. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വീണ്ടും തിരിഞ്ഞ് ഇന്ത്യ സഖ്യം വിട്ട് NDAയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പ്രശാന്ത് കിഷോറിന്റെ വിമർശനങ്ങൾ വരുന്നത്. നിതീഷ് കുമാർ രാഷ്ട്രീയത്തിൽ ഭാരമായി മാറിയിരിക്കുകയാണെന്നും ഇപ്പോൾ ഒരു പാർട്ടിക്കും അദ്ദേഹത്തെ പിന്തുണക്കാൻ സാധിക്കുകയില്ലെന്നും തുറന്നു പറയുകയാണ് പ്രശാന്ത് കിഷോർ. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും JDU പാർട്ടിയുടെ തലവൻ എന്ന നിലയിലും നിതീഷ് കുമാർ വലിയ ഭാരമായി മാറിയിരിക്കുന്നു. ഈ ഭാരം ഉയർത്താൻ ശ്രമിക്കുന്നവരും ആ ഭാരത്തിൽ താഴെ വീഴുമെന്നാണ് പ്രശാന്ത് കിഷോറിന്റെ മുന്നറിയിപ്പ്. നിതീഷ് കുമാറിന് അദ്ദേഹത്തിൻ്റെതായ വഴിയുണ്ടെന്നും പാർട്ടിയിലെ നേതാക്കളെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരാതെ ഇടിച്ചു നിരത്തുകയാണെന്നും പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട്. 18 വർഷം മുഖ്യമന്ത്രിയായിരുന്നിട്ടും പാർട്ടിയിൽ രണ്ടാം നിര നേതൃത്വം ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ് പ്രശാന്ത് പറയുന്നത്. ഒരുപക്ഷെ നിതീഷ് കുമാർ വന്ന നാൾ വഴികൾ നോക്കിയാൽ പ്രശാന്ത് കിഷോറിൻ്റെ വിമർശനം ശരിയാണെന്ന് തോന്നും. മോദി തന്നെ മൂന്നാമതും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് മോദിക്കെതിരെ ശക്തമായൊരു സഖ്യം രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ള കണക്കുകൂട്ടലിൽ തലേ ദിവസം രാത്രി വരെ ഒരുമിച്ചിരുന്ന BJPയെ ഒരു സുപ്രഭാതത്തിൽ നിതീഷ് കുമാർ ചവിട്ടിത്താഴിയിട്ടത്. അതോടെ ബീഹാറിൽ BJPയെ ഭരണത്തിൽ നിന്നും ഇറക്കിവിടുകയായിരുന്നു. പിന്നീടാണ് നിതീഷ് കുമാർ തനിക്ക് പ്രധാനമന്ത്രി മോഹമില്ലെന്നും ആ കുപ്പായം തനിക്ക് ആവശ്യമില്ല എന്നുള്ള പ്രസ്താവനകൾ നടത്തി സജീവമായത്. ഒടുവിൽ മുന്നണി രൂപീകരിച്ചതോടെ നിതീഷ് പ്രധാനമന്ത്രി കസേരയിലേക്ക് ഉന്നം വെച്ചിരിക്കുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ നാളുകളിലെ സമീപനങ്ങൾ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാലും നിതീഷിനെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് പ്രശാന്ത് കിഷോർ ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കി കഴിഞ്ഞിട്ടുണ്ട്.